കാസ എന്ന തീവ്ര ക്രിസ്ത്യൻ സംഘടന കുഞ്ഞാടുകളുടെ സംരക്ഷക വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് കുറഞ്ഞ കാലങ്ങളെ ആയിട്ടുള്ളൂ. ചില ബിഷപ്പുമാരുടെ ആശീർവാദത്തോടെ ക്രിസ്ത്യാനികൾക്കിടയിൽ വീരപരിവേഷമുണ്ടാക്കി അപരമത വിദ്വേഷം സൃഷ്ടിക്കാൻ ഈ സംഘം വലിയ ശ്രമങ്ങളാണ് നടത്തി വന്നിരുന്നത്. എന്നാൽ നിമിഷപ്രിയയുടെ പ്രശ്നം വന്നപ്പോഴാണ് കാസയുടെ തനിനിറം വീണ്ടും ക്രിസ്ത്യാനികളോടുള്ള അവരുടെ സ്നേഹവും കരുതലും അടക്കം പുറത്തു വന്നത്. മലയാളി യുവതി കൊലപാതക കേസിൽ പ്രതിയായി തൂക്കുമരം കാത്ത് യമൻ ജയിലിൽ കഴിയുകയാണ്. ഇവരെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ എല്ലാവരിൽ നിന്നും ഊർജിതമായി നടക്കുന്നതിനിടയിലാണ് കാസ ഇതിനെയെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ രംഗത്ത് വന്നിരിക്കുന്നത്. നിമിഷപ്രിയ കടുത്ത കുറ്റവാളിയാണെന്നും ഭരണകൂടങ്ങൾ എന്തിന് ഇടപെടണമെന്നും തീവ്ര ക്രിസ്ത്യൻ കൂട്ടായ്മയായ കാസ ചോദിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലാണ് കാസയുടെ നേതാവായ കെവിൻ പീറ്റർ നിമിഷപ്രിയയ്ക്കായി ഇടപെടുന്നതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്ത് വന്നിരിക്കുന്നത്. നിമിഷപ്രിയ ലോകത്തെ ഏത് രാജ്യത്തെ നിയമം വെച്ച് നോക്കിയാലും ഒപ്പം ദൈവിക നിയമപ്രകാരവും കടുത്ത കുറ്റവാളിയാണ്. നിമിഷപ്രിയ കൊലപാതകം ചെയ്തു എന്ന് മാത്രമല്ല, വളരെ ഹീനമായ രീതിയിൽ അത് മൂടിവെക്കാനും ശ്രമിച്ച ശേഷം ഒളിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിച്ചതുമാണ്. സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന് എന്ന ദൈവവചനം പോലെ നാം ഏത് രാജ്യത്ത് ആയിരിക്കുന്നുവോ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് നാം ജീവിക്കേണ്ടതായി വരും. അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവിടെ ചെയ്ത കൃത്യത്തിന് അനുസരിച്ച് ഏത് തരത്തിലുള്ള ശിക്ഷയാണോ ലഭിക്കുന്നത് അത് അനുഭവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നിമിഷ നടത്തിയ ഈ കൊലപാതകം ഭാരതത്തിലാണ് നടന്നിരുന്നതെങ്കിൽ നിമിഷയ്ക്ക് തൂക്കുമരമോ ജീവപര്യന്തമോ ഉറപ്പു തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറ്റം ഏത് രാജ്യത്ത് ചെയ്താലും അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഈ കാസ നേതാവ് പറയുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുവാനും മോചിപ്പിക്കുവാനുമായി ഏതൊരു കുറ്റവാളിക്കും ലഭിക്കുന്നത് പോലെ സ്വന്തം ആളുകളിൽ നിന്നും നാട്ടിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ഭാരതം പോലെ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ കുറ്റവാളികളായ പൗരന്മാർക്ക് വേണ്ടി ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത് എന്ത് സന്ദേശമാണ് സ്വന്തം പൗരന്മാർക്കും മറ്റുള്ളവർക്കും നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ കാസ നേതാവ് ഉന്നയിക്കുന്നത്. ഭാരതീയർ ഏത് നാട്ടിൽ പോയി എന്ത് വൃത്തികേട് കാട്ടി ജയിൽ ആയാലും കേന്ദ്ര സർക്കാർ ഇടപെട്ട് മോചിപ്പിച്ച് കൊണ്ടുവരുമെന്നാണോ? കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്താൻ കേരള ഗവർണർക്ക് മുന്നിൽ ഈ വിഷയം എത്തിക്കാൻ ചാണ്ടി ഉമ്മന് സാധിച്ചു എന്നുള്ളതും അഭിനന്ദനാർഹമാണെന്നും കാസ നേതാവ് പറയുന്നു. കേരളത്തിലെ ഇസ്ലാമിക മത നേതാവ് കാന്തപുരം ചൊവ്വാഴ്ച യമനിലെ സൂഫി പണ്ഡിതനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇത് സാധ്യമായത് എന്ന രീതിയിൽ കാന്തപുരത്തെ നന്മമരമാക്കിക്കൊണ്ട് തുടങ്ങിയ കോലാഹലങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നുമുള്ള ആ ചൊറിച്ചിൽ വാചകവും കാസ നേതാവ് പോയിട്ടില്ല. ഞായറാഴ്ച വധശിക്ഷ നീട്ടിവെച്ച തീരുമാനത്തിൽ കാന്തപുരത്തിൻ്റെ യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവമെന്നും ഇയാൾ പറയുന്നു. കൊല്ലപ്പെട്ട യുവാവിൻ്റെ കുടുംബത്തെ ഇനി സ്വാധീനിക്കാനുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ കാന്തപുരത്തിന് അവിടെ തനിക്ക് ബന്ധമുള്ള ആളുകളിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുമായിരിക്കും എന്നുള്ള പ്രത്യാശയും ഇയാൾ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നടത്തുന്ന മൂന്നാംകിട കാന്തപുര സ്തുതിയും ആഘോഷവും അനാവശ്യ വിവാദങ്ങളും ചർച്ചകളും വാർത്തകളും എല്ലാം അവസാനിപ്പിക്കുക തന്നെ വേണമെന്നാണ് കെവിൻ പീറ്റർ പറയുന്നത്. നിമിഷപ്രിയ വിഷയത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് BJP മന്ത്രിമാർ പ്രസംഗിച്ച് നടക്കുന്നതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള ഒരു മതപണ്ഡിതനായ കാന്തപുരം അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടക്കുന്നതും ഈ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയതും. ഈ ശ്രമങ്ങൾ വിജയിച്ചാൽ സംഘപരിവാറിന് കനത്ത പ്രഹരമായി മാറുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ നീക്കത്തിന് തുരങ്കം വയ്ക്കാനാണ് ക്രിസ്ത്യൻകൈകളായ കാസക്കൂട്ടം പുതിയ നമ്പറുകളുമായി രംഗത്ത് വരുന്നത്. ഇവിടെ നിമിഷപ്രിയയുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാൻ ഇൻസൈഡർ തയ്യാറാകുന്നില്ല. എന്നാൽ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം അഥവാ രാജ്യതാല്പര്യം സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്ന കാര്യം വിസ്മരിക്കരുത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്.